ഗുഡ് ആഫ്റ്റർനൂൺ അച്ഛാ. എങ്ങനെയാണ് ഏഞ്ചൽസ് വില്ലേജിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള ഒരു സമഗ്ര പദ്ധതി എന്ന നിലയിലാണ് മാലാഖമാരുടെ ഗ്രാമം വിഭാവനം ചെയ്തിരിക്കുക. ഇന്നത്തെ ആനുകാലിക സാഹചര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ നമുക്കിവർക്ക് പരിശീലനം കൊടുക്കാമെന്ന് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് എക്സെപ്ഷണൽ ലേണിങ്ങുമായി 3 വർഷത്തെ ഇടപെടലിൻ്റെ ഒരു അനുഭവത്തിൻ്റെയും എക്സ്പെരിമെൻറ്റിൻ്റെയും പശ്ചാത്തലത്തിൽ എക്സെപ്ഷണൽ ലേണിങ്ങുമായി ചേർന്നുകൊണ്ട് ഈ കുട്ടികൾക്ക് ഡിജിറ്റൽ സഹായത്തോടുകൂടി ടാബുകൾ നൽകി ഏഞ്ചൽസ് വില്ലേജിൽ ഭിന്നശേഷിയുള്ള ഏതൊരു കുട്ടിക്കും പഠിക്കുവാനും പരിശീലനം നേടുവാനും എംപവർ ചെയ്യപ്പെടുവാനും അങ്ങനെ സമൂഹത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ജീവിക്കാനുള്ള അവസരമാവുകയാണ് ചെയ്യുക. തുടർന്ന് 4 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നമ്മൾ ആശാനിലയം സ്പെഷ്യൽ സ്കൂളിലൂടെ ആശാനിലയം സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചിട്ട് 45 വർഷമായതാണ്. അപ്പോൾ 4.5 പതിറ്റാണ്ടിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ തരത്തിലുള്ള സേവനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷന് വലിയ ഒരു പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിലൊരു കുട്ടിയെ പരിശീലിപ്പിച്ച് ആളെ ജനറൽ സ്കൂളിലേക്ക് വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ജനറൽ സ്കൂളിൽ പോകാൻ പറ്റാത്ത സിവിയറായ അല്ലെങ്കിൽ പഠനത്തിന് കൂടുതൽ അല്ലെങ്കിൽ പരിശീലനത്തിന് കൂടുതൽ ആവശ്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് സ്പെഷ്യൽ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനുള്ള അവസരം നൽകുന്നു. നമ്മൾ ഒന്നിനോടും പ്രത്യേകമായ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. ഓപ്പൺ ടു എവരി ഓപ്ഷൻസ്. ഏതൊരു നല്ല ഓപ്ഷൻ കിട്ടിയാലും അത് ഈ കുട്ടികൾക്ക് ഗുണകരമാകണം. ആ ഗുണകരമാകുന്നുള്ള മാതാപിതാക്കന്മാർക്ക് സ്വാതന്ത്ര്യമാകണം. അങ്ങനെ ഒരു പുതിയ ഒരു ലോകത്തിന് അല്ലെങ്കിൽ ഈ മേഖലയോടുള്ള ഈ വിഭാഗത്തോടുള്ള കാഴ്ചപ്പാടിൽ അതുകൊണ്ട് മാലാഖമാരുടെ ഗ്രാമം അതും വെറുതെ കൊടുത്തൊരു പേരല്ല. ഈ ലോകത്തിൽ ബോധപൂർവം ചെയ്യാത്ത ഏക മനുഷ്യർ എന്ന് പറയുന്നത് ഇവരാണെന്ന് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ അവർ മാലാഖമാരാണ്. അപ്പോൾ അവരുടെ ഒരു ഗ്രാമമാണ്. എൻ്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് I should do this, otherwise I am not fulfilling my duty.